വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബീഫിൻ്റെ ബ്രെയിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിന് വേണ്ടി ഞങ്ങൾ ലുലുമോളിൽ പോയപ്പോഴത്തേക്കും ഏകദേശം ഒരു 1/2 kg സൈസ് വരുന്ന ബ്രെയിൻ മേടിച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തു. എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ചതച്ചെടുത്ത് അതിനുശേഷം പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കേട്ടോ. എന്നിട്ട് കടുക് പൊട്ടിക്കാനിട്ടു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ആഡാക്കി. അതിനുശേഷം നമ്മൾ ഓൾറെഡി ചതച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അതെടുത്ത് ഇതിൽ കൂടി അങ്ങ് ഇടുക. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആക്കുക. 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി നമുക്ക് ആഡാക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നല്ലതായിട്ട് എന്നിട്ട് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതേ കൂട്ടത്തിൽ ഹീറോയിനെ നമ്മൾ തട്ടുവാണ് ഗൈസ്. വേറെ ആരുമല്ല, നമ്മുടെ ഉപ്പ് കൂട്ടനെയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി എന്ന് പറയുമ്പം ഏകദേശം 1/4 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി എപ്പോഴും മുളക് പൊടിയുടെ കുറഞ്ഞ് വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തുകൊണ്ട് മല്ലിപ്പൊടി ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മട്ടൻ മസാലയും കൂടി ആഡ് ആക്കണം കേട്ടോ. അത് ഇതിന് ഭയങ്കര ടേസ്റ്റ് കൂട്ടുന്നതാണ്. കുറച്ച് മട്ടൻ മസാലയും കൂടി അതും ഏകദേശം 1/2 ടീസ്പൂൺ ഇടുക. എന്നിട്ട് അതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയിട്ട് നമ്മളെ ബ്രെയിനിനെ നമ്മളെടുത്ത് ഡയറക്റ്റ്ലി അങ്ങ് തട്ടുവാണ് ഗൈസ് ഇതിലോട്ട്. എന്നിട്ട് ഈ ബ്രെയിനും ഈ മിശ്രിതവും എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഏതെങ്കിലും ഒരു അടപ്പ് വെച്ച് ഒരു 15 മിനിറ്റോളം അതിനെ വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ചു പൂട്ടി വെക്കുക കേട്ടോ. ഈ ബ്രെയിൻ എന്ന് പറയുമ്പം അധികം വേവില്ല, പെട്ടെന്ന് വെന്തോളും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം അരമണിക്കൂർ 3/4 മണിക്കൂറൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെ മതിയാവും. പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടിക്കോളും. അങ്ങനെ ഗായ്സ്, നമ്മുടെ ബ്രെയിൻ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ ഒരു നിഗമനം. ഈ സ്ട്രക്ചർ കണ്ടിട്ട് നമ്മുടെ മുട്ടത്തോരനൊക്കെ ഇല്ലേ, അതുപോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഏകദേശം ആ ഒരു സ്ട്രക്ചറിലാണ് സംഭവം ഇരിക്കുന്നത്. ടേസ്റ്റ് എന്തായിരിക്കും എന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു. പക്ഷേ നോ രക്ഷ, സൂപ്പർ ടേസ്റ്റായിരുന്നു.